അതിദാരുണമായി പീഡിപ്പിക്കപ്പെട്ടു മരണപ്പെട്ട ഒരു പെൺകുട്ടിയുടെ കാര്യങ്ങൾ സംസാരിക്കാൻ വേണ്ടി വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിനിടെ പരസ്പരം തമാശ പറഞ്ഞ് പൊട്ടിച്ചിരിച്ചു പോലീസ് ഉദ്യോഗസ്ഥർ. നാണം കെട്ടി ഈ സംഭവം നടന്നത് മറ്റെവിടെയുമല്ല, നമ്മുടെ കേരളത്തിന് അയൽ സംസ്ഥാനമായിട്ടുള്ള അങ്ങ് കോയമ്പത്തൂരിലാണ്. നമുക്ക് ആദ്യം അതിന്റെ വിഷ്വൽസ് ഒന്ന് കണ്ടു നോക്കാം. ഇതാണ് സംഭവം. ആക്ച്വലി ഇത് വാർത്താ സമ്മേളനത്തിനിടെ സംഭവിച്ച കാര്യമല്ല കേട്ടോ. വാർത്താ സമ്മേളനം നടക്കുന്നതിന് തൊട്ട് മുമ്പ് സംഭവിച്ച കാര്യമാണ്. വാർത്താ സമ്മേളനത്തിന്റെ സമയത്ത് ഈ പോലീസ് ഉദ്യോഗസ്ഥർ വളരെ സീരിയസ് ആയിട്ട് തന്നെയാണ് സംസാരിച്ചത്. പക്ഷെ ഇങ്ങനെയൊക്കെ ആണെങ്കിൽ കൂടിയും ഇപ്പൊ ഇങ്ങനെ ഒരു വിഷ്വൽ പുറത്തു വന്നതോടെ വൻ വിമർശനമാണ് ഇപ്പൊ ഈ പോലീസ് ഉദ്യോഗസ്ഥർ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. സോഷ്യൽ മീഡിയയിൽ ഈ പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ വൻ പ്രതിഷേധമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരു പെൺകുട്ടി പീഡിപ്പിക്കപ്പെട്ട കാര്യത്തെ കുറിച്ച് പറയാൻ വേണ്ടി വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിനിടെ ഇങ്ങനെ തമാശ പറഞ്ഞ് ചിരിക്കാൻ ഇവർക്ക് ബോധമില്ല എന്നൊക്കെയാണ് പലരും ചോദിക്കുന്നത്. ഇനി വേറെ പലരും പറയുന്നത് എന്താണെന്ന് വെച്ചാണെങ്കിൽ ഇതാണ് നമ്മുടെ നാട്ടിലെ യഥാർത്ഥ പോലീസ് ഉദ്യോഗസ്ഥരുടെ സ്വഭാവം എന്ന് പറയുന്നത്. പോലീസ് ഉദ്യോഗസ്ഥരുടെ മൈൻഡ് സെറ്റ് ആണ് ഇത് തുറന്നു കാണിച്ചു തരുന്നത് എന്നൊക്കെ പലരും കമന്റും ട്വീറ്റും ഒക്കെ ചെയ്യുന്നുണ്ട്. സംഭവം ഓൾ ഇന്ത്യ ലെവലിൽ ചർച്ചാ വിഷയമായി മാറി എന്ന് പറഞ്ഞാൽ മതിയല്ലോ. പക്ഷെ ഇങ്ങനെയൊക്കെ ആണെങ്കിൽ കൂടിയും ഇങ്ങനെ തമാശ പറഞ്ഞ് പൊട്ടിച്ചിരിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥരെ സപ്പോർട്ട് ചെയ്തും ഇപ്പൊ ചിലർ രംഗത്ത് വന്നിട്ടുണ്ട് കേട്ടോ. അവര് പറയുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ പോലീസ് ഉദ്യോഗസ്ഥരെ സംബന്ധിച്ചിടത്തോളം, ഫോറൻസിക് ഉദ്യോഗസ്ഥരെ സംബന്ധിച്ചിടത്തോളം ദിവസവും ഇവർ ഇത്തരത്തിലുള്ള ഒരുപാട് കേസുകൾ കാണുന്നുണ്ട്. ഇത്തരത്തിലുള്ള ഒരുപാട് കേസുകൾ ഇവർ കൈകാര്യം ചെയ്യുന്നുമുണ്ട്. അതുകൊണ്ട് തന്നെ ഇവർക്ക് എല്ലാത്തിനെയും വൈകാരികമായും സഹതാപത്തോടെയും സമീപിക്കാനാകത്തില്ല. അത് അവരുടെ ജോലിയുടെ ഭാഗമായിട്ടേ കാണാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് അവരെ വെറുതെ വിടണം എന്നൊക്കെ പറഞ്ഞ് പോലീസ് ഉദ്യോഗസ്ഥരെ ന്യായീകരിക്കുന്നവരുണ്ട്. പക്ഷെ അങ്ങനെയൊക്കെ ആണെങ്കിൽ കൂടിയും മെജോറിറ്റിയും ഈ പോലീസ് ഉദ്യോഗസ്ഥരെ എതിർക്കുന്നവരാണ് കേട്ടോ. ഇനി ഈ വിഷയത്തിൽ എന്റെ അഭിപ്രായം പറയാം. ഇവിടെ പോലീസ് ഉദ്യോഗസ്ഥർ കാണിച്ചത് വളരെ വലിയ തെറ്റ് തന്നെയാണ്. ശരിയാണ്, ഈ പോലീസ് ഉദ്യോഗസ്ഥരെ സംബന്ധിച്ചിടത്തോളം ഈ മരണപ്പെട്ട പെൺകുട്ടിയോടോ അല്ലെങ്കിൽ അവരുടെ വീട്ടുകാരോടോ സഹതാപം തോന്നേണ്ട ആവശ്യമില്ല. അതിപ്പോ പോലീസ് എന്നല്ല, ഡോക്ടർമാരുടെ കേസ് എടുത്ത് നോക്കിയാൽ പോലും അങ്ങനെ തന്നെയാണ് അല്ലേ. ദിനം പ്രതി എത്രയോ സർജറികൾ ചെയ്യുന്ന ഡോക്ടർമാർ ഇവിടെയുണ്ട്. അവരൊക്കെ സഹതാപത്തോടുകൂടി ഓരോ സർജറിയും സംഭവിച്ചു കഴിഞ്ഞാണെങ്കിൽ പിന്നെ ഇവിടെ ഒരു സർജറി നടക്കത്തില്ല. അതേപോലെ തന്നെയാണ് പോലീസ് ഉദ്യോഗസ്ഥരുടെ കാര്യവും. ജോലിയുടെ സമയത്ത് സഹതാപവും വികാരവും ഒക്കെ അവർക്ക് മാറ്റി വെക്കേണ്ടി വരും. എന്നാൽ അവർക്ക് പ്രോപ്പറായി ജോലി ചെയ്യാൻ പറ്റത്തുള്ളൂ. അവരുടെ ജോലിയെയും അവരുടെ മാനസികാവസ്ഥയും ഒക്കെ ഞാൻ റെസ്പെക്ട് ചെയ്യുന്നു. പക്ഷെ എങ്കിൽ കൂടിയും നമ്മൾ ഓരോ സ്ഥലത്തും കാണിക്കേണ്ട ചില മര്യാദകളുണ്ട് അല്ലെ. ഇപ്പൊ ഉദാഹരണമായി പറയുകയാണെങ്കിൽ നമ്മൾ മരണ വീട്ടിൽ ചെന്ന് കഴിഞ്ഞാണെങ്കിൽ കാണിക്കേണ്ട ചില മര്യാദകളുണ്ട്. എന്താണത്? നമ്മളുടെ ഉള്ളിൽ എത്ര സന്തോഷമുണ്ടെങ്കിലും അതെല്ലാം നമ്മൾ അടുക്കി പിടിച്ചുകൊണ്ട് അവിടെ സങ്കടം അഭിനയിച്ച് നിൽക്കണം. ചിലപ്പോൾ നമ്മൾ ഭയങ്കര സന്തോഷത്തിൽ ഇരിക്കുന്ന സമയത്തായിരിക്കും നമുക്കൊരു ഇമോഷണൽ അറ്റാച്ച്മെന്റ് പോലും ഇല്ലാത്ത നമ്മളെ വളരെ അകന്ന കുടുംബത്തിലുള്ള ഒരാൾ മരണപ്പെടുന്നത്. ചിലപ്പോൾ നമുക്ക് അർജന്റ് ആയതുകൊണ്ട് പോകേണ്ടി വരും. അന്നേരം നമ്മൾ ഉള്ളിലുള്ള സന്തോഷം നമ്മൾ അവിടെ എത്തിക്കഴിഞ്ഞാണെങ്കിൽ പ്രകടിപ്പിക്കോ? ഇല്ലല്ലോ. അവിടെ എത്തി അവിടുന്ന് പോരുന്നവരെ നമ്മൾ വെറുതെ സങ്കടം അഭിനയിച്ച് നിൽക്കും അല്ലെ. അത് നമ്മൾ മരണ വീട്ടിൽ കാണിക്കേണ്ട ഒരു മര്യാദയാണ്. അതേപോലെ തന്നെയാണ് ഇവിടെയും. ഒരു പെൺകുട്ടി ക്രൂരമായി പീഡിപ്പിക്കപ്പെട്ട കാര്യം സംസാരിക്കാൻ വേണ്ടി ഒരു വാർത്താ സമ്മേളനം വിളിക്കുന്ന സമയത്ത് അവിടെ വളരെ സീരിയസ് ആയി ഇരിക്കുകയും സംസാരിക്കുകയും ചെയ്യുക എന്ന് പറയുന്നത് ഒരു പോലീസ് ഉദ്യോഗസ്ഥന്റെ കടമയാണ്. അല്ലാതെ അവിടെ തമാശ പറഞ്ഞിരിക്കുകയല്ല വേണ്ടത്. വേണമെങ്കിൽ ആ വാർത്താ സമ്മേളനം ഒക്കെ കഴിഞ്ഞ് മാധ്യമങ്ങളൊക്കെ പിരിച്ചു വിട്ടതിന് ശേഷം ഇവർക്ക് തമാശ പറഞ്ഞിരിക്കാമായിരുന്നു. എന്നാൽ പിന്നെയും കുഴപ്പമില്ലായിരുന്നു. ഇത് വാർത്താ സമ്മേളനത്തിന് വേണ്ടി ഇരിക്കുന്ന സമയത്ത് എല്ലാ മാധ്യമങ്ങളും മുന്നിൽ അവിടെ വന്നിരിക്കുമ്പോൾ അവരുടെ മുന്നിൽ വെച്ച് ഇങ്ങനെ തമാശ പറഞ്ഞ് ചിരിക്കാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാണെങ്കിൽ അതൊരിക്കലും അംഗീകരിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല. എന്തായാലും ഇത് എന്റെ തമിഴ്നാട് പോലീസിന് തന്നെ നാണക്കേടായി മാറിയെന്ന് പറഞ്ഞാൽ മതിയല്ലോ. എന്തായാലും അത് അവിടെ കിടക്കട്ടെ. ഇനി എന്താണ് ഈ കേസ്, എന്താണ് ഇവിടെ ശരിക്കും സംഭവിച്ചത് എന്നുള്ളത് നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. ശരിക്കും പറഞ്ഞാൽ തമിഴ്നാടിനെ മൊത്തം ഞെട്ടിച്ചൊരു കൊലപാതക കേസാണ് ഇതെന്ന് പറയാതെ വയ്യ. ഇപ്പൊ റീസെന്റ് തമിഴ്നാട്ടിൽ അധികാരത്തിലേറി വിജയ് സർക്കാർ അടക്കം ഇപ്പൊ ഈ മർഡർ കേസിൽ വിമർശനം നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. കാരണം വിജയ് അധികാരത്തിലേറിയിട്ട് വെറും 2 ആഴ്ച മാത്രമേ ആയിട്ടുള്ളൂ അല്ലെ. അതിനിടയിലാണ് ഇങ്ങനെ അതിദാരുണമായിട്ടുള്ള ഒരു സംഭവം അവിടെ അരങ്ങേറിയത്. ഒരു 10 വയസ്സുള്ള പെൺകുട്ടി അത് ക്രൂരമായി പീഡിപ്പിക്കപ്പെട്ടു മരണപ്പെട്ടത്. ഇനി എന്താണ് അവിടെ ആക്ച്വലി സംഭവിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാണെങ്കിൽ സംഭവം നടക്കുന്ന ദിവസം ഒരു 4 മണിക്കായ സമയത്ത് വീടിന്റെ മുറ്റത്ത് കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഈ പെൺകുട്ടിയും പെൺകുട്ടിയുടെ അനിയനും. അമ്മയാണെങ്കിൽ അകത്ത് നല്ല ഉറക്കത്തിലാണ്. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് കാർത്തി എന്ന് പറയുന്ന ഒരുത്തൻ അങ്ങോട്ട് കയറി വരുന്നത്. അവന്റെ കയ്യിൽ ഒരു ചോക്ലേറ്റും ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ കാർത്തി എന്താക്കുന്നു, ആ ചോക്ലേറ്റ് ആ പെൺകുട്ടിയുടെ കയ്യിൽ കൊടുക്കുന്നു. സ്വന്തം അനിയന്റെ മുന്നിൽ വെച്ചാണ് അവൾക്ക് അത് കൊടുക്കുന്നത് ഓർക്കണം. അവൾ അത് ഇരു കൈയോടെ സ്വീകരിക്കുന്നു. എന്നാൽ അവളോട് ചോദിക്കുന്നു ഇനിയും കൂടുതൽ ചോക്ലേറ്റ് വേണമോ എന്നുള്ളത്. അവൾ അതേ എന്ന് മറുപടി പറയുന്നു.
ശേഷം വാങ്ങിത്തരാമെന്നും പറഞ്ഞുകൊണ്ട് ഈ കാർത്തി എന്ന് പറയുന്നവൻ എന്താക്കി അവളുടെ ബൈക്കിന് പിന്നിൽ കയറ്റി കൊണ്ടുപോകുന്നു. ഇനി ഈ കാർത്തിയും ഈ പെൺകുട്ടിയും തമ്മിലുള്ള ബന്ധം എന്താണെന്ന് വെച്ചാൽ ഈ കാർത്തി എന്ന് പറഞ്ഞവൻ ഇവരുടെ മുൻ അയൽവാസിയാണ്. കുറച്ചു കാലം മുമ്പ് വരെ ഇവരുടെ വീടിനടുത്ത് താമസിച്ചവനാണ്. ആ ഒരു ബന്ധം മാത്രമാണ് ഈ പെൺകുട്ടിയും കാർത്തിയും തമ്മിലുള്ളത്. എന്തായാലും കടയിൽ പോയി ചോക്ലേറ്റ് വാങ്ങി തരാമെന്നും പറഞ്ഞ് ആ കുട്ടിയും കൊണ്ട് കാർത്തി പോയത് കടയിലേക്കല്ല, നേരെ മറിച്ച് അവിടുത്തെ വിജനമായിട്ടുള്ള ഒരു സ്ഥലത്തേക്കാണ്. അതിനുശേഷം അവിടെ വെച്ച് എല്ലാ പരിപാടികളും ചെയ്തു അവളെ കൊന്നൊരു പൊട്ടക്കിണറ്റിൽ തള്ളി. എന്നിട്ട് ഒന്നും അറിയാത്ത പോലെ വീട്ടിലേക്ക് പോയി. എന്തായാലും അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു 5:30 ആയ സമയത്ത് ഈ പെൺകുട്ടിയുടെ അച്ഛൻ ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് തിരിച്ചു വരുന്നത്. വീട്ടിലെത്തിയപ്പോൾ മകളെ കാണാനില്ല. ഉടനെ തന്നെ തിരച്ചിൽ ആരംഭിക്കുന്നു. പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി പരാതി കൊടുക്കുന്നു. പോലീസുകാരും ഉടനെ തന്നെ തിരച്ചിൽ ആരംഭിക്കുന്നു. പോലീസുകാരുടെ കൂടെ നാട്ടുകാരും ഉണ്ടായിരുന്നു കേട്ടോ തിരയാൻ. എന്തായാലും അങ്ങനെ എല്ലാവരും തെരഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ കാർത്തി എന്ന് പറഞ്ഞു ചെയ്ത പരിപാടി എന്താണെന്ന് അറിയോ? ഒന്നും അറിയാത്ത പോലെ തെരച്ചില് പങ്കുചേർന്നു. ഇവന്റെ ഒരു മൈൻഡ് സെറ്റ് ആലോചിച്ച് നോക്കുകയാണ്, ഇവന്റെ ഒരു ധൈര്യം ആലോചിച്ച് നോക്കുകയാണ്. ഒരു പെൺകുട്ടി അതിദാരുണമായി പീഡിപ്പിച്ച് കൊന്ന് പൊട്ടക്കിണറ്റിൽ തള്ളിയതിനു ശേഷം ആ കുട്ടിക്ക് വേണ്ടി നാട്ടുകാർ തിരയുന്ന സമയത്ത് ആ തെരച്ചിൽ പങ്കുചേരുക എന്ന് പറഞ്ഞു കഴിഞ്ഞാണെങ്കിൽ ഇവനൊക്കെ എവിടെ എത്തി നിൽക്കുന്നു ആലോചിച്ച് നോക്കി. ഒരു പക്ഷെ കുട്ടി മരിച്ചു കിടക്കുന്ന ആക്ച്വൽ സ്പോട്ടിൽ നിന്നും ആളുകളെ ഡൈവേർട്ട് ചെയ്യാനാകാം അവൻ തിരച്ചിൽ പങ്കുചേർന്നത്. പക്ഷെ അവന്റെ തന്ത്രങ്ങളൊന്നും വില പോയില്ല എന്നുള്ളതാണ് CCTV ചതിച്ചു. പോലീസുകാർ നാട്ടിലുള്ള CCTVകളെല്ലാം പരിശോധിച്ച സമയത്ത് ഏതൊരു കടയുടെ CCTV ഈ പെൺകുട്ടി കാർത്തിയുടെ ബൈക്കിന്റെ പിറകിൽ പോകുന്ന ദൃശ്യങ്ങൾ പതിഞ്ഞു. അത് തന്നെ ധാരാളമാണല്ലോ. എന്തായാലും പോലീസ് CCTV പരിശോധിച്ചതിന് പിന്നാലെ താൻ പിടിക്കപ്പെടുമെന്നായപ്പോ ഈ കാർത്തി എന്ന് പറയുന്നവൻ എന്ത് ചെയ്തെന്ന് അറിയോ? നൈസായിട്ട് വീട്ടിൽ നിന്ന് മുങ്ങി ഒരു പണി കഴിയാത്ത കെട്ടിടത്തിനുള്ളിൽ ഒളിച്ചിരുന്നു. പക്ഷെ പോലീസുകാർ കൃത്യമായിട്ട് ഇവനെ ട്രേസ് ചെയ്ത് ഇവൻ ഉള്ളിടത്ത് എത്തി കേട്ടോ. ഇവൻ ഒളിച്ചിരിക്കുന്ന കെട്ടിടം പോലീസുകാർ വളഞ്ഞു. പക്ഷെ പോലീസുകാരെ കണ്ട് ഇവൻ ആ കെട്ടിടത്തിൽ നിന്നും രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടെ ഇവനെ കാല് തെന്നി നിലത്ത് വീണു. സാരമായി തന്നെ ഇവന് പരിക്കേൽക്കുകയും ചെയ്തു. ഇവൻ എണീറ്റ് ഓടാൻ പറ്റാതെയായി. ഉടനെ തന്നെ സുഖമായിട്ട് ഇവനെ പോലീസ് അറസ്റ്റ് ചെയ്തു എന്നുള്ളതാണ്. എന്തായാലും ഇവനെ അറസ്റ്റ് ചെയ്തതിന് പിന്നാലെയാണ് ഞെട്ടിക്കുന്ന ഒരു മറ്റൊരു സംഭവം കൂടി പുറത്തു വരുന്നത്. ഇത് ഇവൻ ഒറ്റക്കല്ല എക്സിക്യൂട്ട് ചെയ്തത്. ഇവൻ ഈ പെൺകുട്ടിയെ പീഡിപ്പിക്കുന്നതിനു മുമ്പും അതിനുശേഷവും വേറെ ഒരുത്തനെ കോൺടാക്ട് ചെയ്തിട്ടുണ്ട്. എന്തോ മോഹൻ എന്ന് പറയുന്ന അത്യാവശ്യം 10-40 വയസ്സുള്ള ഒരാളാണത്. രണ്ടുപേരും പ്ലാൻ ചെയ്തൊരു സംഭവമാണെന്ന് അവിടെ തന്നെ വ്യക്തമാണല്ലോ. എന്തായാലും കാർത്തിയുടെ ഫോൺ പരിശോധിച്ച പോലീസ് ഈ മോഹനെയും പൊക്കി കേട്ടോ. ഇപ്പൊ രണ്ടാളും പോലീസ് കസ്റ്റഡിയിലാണുള്ളത്. എന്തായാലും സംഭവം നടന്ന് 24 മണിക്കൂറിനുള്ളിൽ തന്നെ പോലീസ് പ്രതിയെ പൊക്കി എന്നുള്ളതാണ്. ഈ പൊക്കിയതിനു ശേഷം വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിലാണ് പോലീസുകാർ പൊട്ടിച്ചിരിച്ച് കളിച്ച് ചിരിച്ചിരുന്നത്. അതിനെക്കുറിച്ച് ഓൾറെഡി നമ്മൾ സംസാരിച്ചു കഴിഞ്ഞല്ലോ. പക്ഷെ ഇങ്ങനെയൊക്കെ ആണെങ്കിൽ കൂടിയും ഈ മരണപ്പെട്ട പെൺകുട്ടിയുടെ അമ്മ ചെയ്തൊരു പരിപാടി എന്താണെന്ന് വെച്ചാൽ ഈ മരണപ്പെട്ട പെൺകുട്ടിയുടെ പോസ്റ്റ്മോർട്ടം നടപടികളെല്ലാം കഴിഞ്ഞ ബോഡി ഈ പെൺകുട്ടിയുടെ അമ്മ സ്വീകരിക്കാൻ തയ്യാറായില്ല. പെൺകുട്ടിയുടെ ഡെഡ് ബോഡി സ്വീകരിക്കണമെങ്കിൽ ഈ അമ്മ മുന്നോട്ട് വെച്ച ഡിമാൻഡ് എന്താണെന്ന് വെച്ചാണെങ്കിൽ പ്രതിയെ ഉടനെ ശിക്ഷിക്കണം. വെറുതെ ശിക്ഷിച്ചാൽ പോരാ, അവന് കൊലക്കയറ് തന്നെ വാങ്ങിക്കൊടുക്കണം. അങ്ങനെ കൊലക്കയറ് വാങ്ങിക്കൊടുത്ത് കൊലയാളി മരണപ്പെട്ടതിന് ശേഷം മാത്രമേ എന്റെ മകളുടെ മൃതദേഹം സംസ്കരിക്കാവൂ എന്നാണ് അമ്മ മുന്നിൽ വെച്ച ഡിമാൻഡ് എന്ന് പറയുന്നത്. മാത്രമല്ല തമിഴ്നാട് മുഖ്യമന്ത്രി താങ്കളുടെ വീട്ടിൽ വന്ന് താങ്കളെ സന്ദർശിക്കുകയും കൂടി വേണം പോയി. ഇത് വല്ലാത്തൊരു ബാലിശമായിട്ടുള്ള ഡിമാൻഡ് ആയി പോയി അല്ലേ? കാരണം ഈ കേസ് കോടതിയിലൊക്കെ ചെന്ന് വിചാരണയൊക്കെ നടന്നു വരുമ്പോഴേക്കും കൊലയാളി ശിക്ഷിക്കപ്പെടാൻ ഏതാനും മാസങ്ങളും വർഷങ്ങളും വരെ എടുത്തെന്ന് വരാം. അത്രയും സമയം ഈ പെൺകുട്ടിയെ സംസ്കരിക്കാതെ മൃതദേഹം പുറത്തു തന്നെ വെച്ചേക്കുക എന്ന് പറഞ്ഞാണെങ്കിൽ അത് ഈ മൃതദേഹത്തോട് കാണിക്കുന്ന ക്രൂരതയാണ്. പക്ഷേ ഈ പെൺകുട്ടിയുടെ അച്ഛൻ വിട്ടുകൊടുത്തില്ല കേട്ടോ. അച്ഛനെ സംബന്ധിച്ചിടത്തോളം എങ്ങനെയെങ്കിലും മകളുടെ സംസ്കാര ചടങ്ങ് നടത്തണം എന്നുള്ളതാണ്. അതുകൊണ്ട് അച്ഛൻ ചെയ്ത പരിപാടി എന്താണെന്ന് വെച്ചാണെങ്കിൽ കുറച്ച് ആൾക്കാരെ വിളിച്ചു കൂട്ടി ഈ പെൺകുട്ടിയുടെ അമ്മ അകത്ത് കിടന്നുറങ്ങുന്ന സമയത്ത് അമ്മ കാണാതെ ഈ പെൺകുട്ടിയുടെ മൃതദേഹം കടത്തി കൊണ്ടുവന്നു. എന്നിട്ട് നൈസായിട്ട് അമ്മ അറിയാതെ തന്നെ ഈ പെൺകുട്ടിയുടെ മൃതദേഹം സംസ്കരിച്ചു എന്നുള്ളതാണ്. എന്തായാലും ഇതെല്ലാം അറിഞ്ഞ അമ്മ കുട്ടിയുടെ സംസ്കാര ചടങ്ങ് നടന്ന സ്ഥലത്ത് എത്തിയപ്പോഴേക്കും സംസ്കാര ചടങ്ങുകളെല്ലാം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇത് കണ്ട് പ്രകോപിതയായിട്ടുള്ള ഈ അമ്മ എന്ത് ചെയ്തു അറിയോ? മാധ്യമങ്ങളെല്ലാം വിളിച്ചു കൂട്ടി ഒരു പ്രസ് മീറ്റ് അങ്ങ് നടത്തി. ആ പ്രസ് മീറ്റിൽ കുറച്ചധികം കാര്യങ്ങൾ ഈ അമ്മ സംസാരിക്കുന്നുണ്ട്. നമ്മൾ എന്തായാലും ഒന്ന് കേട്ടോ. என்னோட பொண்ணு தான் இறந்து போனது. இப்போ நான் இப்போ இந்த கோரிக்கை இப்போ வந்து எதுக்கு வைக்கிறேன்னா என் கணவர் மேலே தான் இப்போ கோரிக்கை நான் வைக்கிறேன். என் பொண்ணு இறந்து போயிடுச்சு. நேற்று போஸ்ட்மார்ட்டம் பண்ணி குழந்தைய என் கண்ணில் இன்ன வரைக்கும் காட்டவே இல்லை. நேற்றுலாம் எனக்கே தெரியாமல் பின்வாசல் வழியாக என் குழந்தைய ஆம்புலன்ஸில் எடுத்துகிட்டு போய் நான் இங்கேருந்து நான் போகிறக்குள்ள நான் இங்கேருந்து ஃபோன் பண்ணுறதுக்கு இடையில எங்கே ஆம்புலன்ஸை காணோம், அம்மா எனக்கே தெரியாமல் அந்த குழந்தைய வாங்கிட்டு போயிட்டீங்களா அப்படின்னு சொன்னங்காட்டி ஃபோனை கட் பண்ணி ஃபோனை சுவிச் ஆஃப் பண்ணி வச்சுட்டாங்க. அதுக்கப்புறம் நாங்களாம் பின்னாடி கார் பிடிச்சி கரெக்டாக ஒரு 8 மணிக்கு நாங்கள் போக நாங்கள் ஃபோன் எல்லாத்துக்கும் சொந்தக்காருக்கு ஃபோன் பண்ணுறப்போ நாங்கள் போயிட்டுருக்கோம் மட்டும் தான் சொன்னாங்க. நாங்கள் இங்கேருந்து அங்கே போகிறக்குள்ள அம்மாவோட சம்மதமே என்னோட சம்மதமே இல்லாமல் என் பிள்ளைய வந்து எரிச்சிட்டாங்க. குழந்தைய நான் கண்ணில் பார்க்கவே இல்லை. എങ്ങടെ ഒരു സമ്മതം എന്നോട് സമ്മതം എന്നു കൂടെ കേൾക്കുമില്ല. എന്നോട് സമ്മതം എന്നു വാങ്ങവേ ഇല്ല. ഇതൊക്കെയാണ് ഈ അമ്മ പറയുന്നത്. പറഞ്ഞെന്താണെന്ന് മനസ്സിലായോ? മരിച്ചത് എന്റെ മകളാണ്. പക്ഷെ ആ മരണത്തിൽ എന്റെ ഭർത്താവിന്റെ മേലാണ് ഞാനിപ്പോ പരാതി പറയുന്നത്. എന്റെ മകൾ മരിച്ചതിന് പിന്നാലെ ഇന്നലെ പോസ്റ്റ്മോർട്ടം നടത്തി. പക്ഷെ ഇതുവരെ എന്റെ കുഞ്ഞിനെ എനിക്ക് കണ്ണാൽ പോലും കാണാൻ സാധിച്ചിട്ടില്ല. ഇന്നലെ ഞാൻ അറിയാതെ പിൻവാതിൽ വഴി എന്റെ കുഞ്ഞിനെ ആംബുലൻസിൽ എടുത്തു കൊണ്ടുപോയി. ഞാൻ അതറിഞ്ഞ് എന്റെ ഭർത്താവിന് ഫോൺ ചെയ്തപ്പോഴേക്കും എന്റെ ഭർത്താവ് തിരിച്ചൊന്നും പറയാതെ ഫോൺ കട്ട് ചെയ്തു. അതിനുശേഷം ഞങ്ങൾ കാറെടുത്ത് കുഞ്ഞിനെ ആംബുലൻസിൽ കൊണ്ടുപോയ സ്ഥലത്തേക്ക് എത്തിയപ്പോഴേക്കും സംഭവിക്കേണ്ടതെല്ലാം
സംഭവിച്ചു കഴിഞ്ഞിരുന്നു. കുഞ്ഞിന്റെ ശവസംസ്കാര ചടങ്ങുകൾ നടന്നിരിക്കുന്നു. എന്റെ സമ്മതം പോലും ഇല്ലാതെ കുഞ്ഞിനെ ചുട്ടിരിക്കുന്നു. എന്റെ കുഞ്ഞിനെ ഞാൻ കണ്ണാൽ പോലും കണ്ടിട്ടില്ല. എന്റെ സമ്മതം പോലും ചോദിക്കാതെയാണ് അവരത് ചെയ്തത്. എന്റെ ഒപ്പ് പോലും വാങ്ങിയിട്ടില്ല. ഇതൊക്കെയാണ് അമ്മ തുടക്കത്തിൽ പറഞ്ഞു വെക്കുന്നത്. ഇനി നമുക്ക് പറയാനുള്ള എന്താന്നുള്ള ബാക്കി കൂടി കേട്ടോക്കാം. இப்போ இந்த சைட்லேருந்து என்னென்னா நாங்கள் ஃபர்தராக எதுவும் ஆக்ஷன் எடுக்கணும் அப்படின்னா திடீர்னு எதாவது டேட்டாஸ் தேவைப்படுதுன்னா பாப்பாவோட உடல் இப்போ திடீர்னு என் குழந்தையோட மறக்காம ஒரு ஏதாவது அது வந்து எடுத்து செக் பண்ணணும், குழந்தையோட நோண்டி எடுக்கணும் அப்படின்னா குழந்தையோட பாடி எங்ககிட்ட இல்லை. என்னோட சம்மதமே இல்லாமல் வந்து குழந்தைய வந்து எரிச்சிட்டாங்க. இப்போ திடீர்னு எனக்கு அது தேவைப்பட்டா நான் எங்கே போகிறது? திடீர்னு குற்றம் யாராவது மேல இருந்து நான் കണ്ടുപിടിക്കുന്നത്, ആരെ വെച്ച് ഞാൻ കണ്ടുപിടിക്കുന്നത്, എதை വെച്ച് ഞാൻ കണ്ടുപിടിക്കുന്നത്? ഇതാണ് അമ്മ ചോദിക്കുന്നത്. ഇനി മുന്നോട്ട് കേസുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ആക്ഷൻ എടുക്കണമെന്നുണ്ടെങ്കിൽ, എന്തെങ്കിലും തെളിവുകൾ വേണമെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ കുഞ്ഞിന്റെ ശരീരം ആവശ്യമായി വരും. അപ്പൊ പിന്നെ നമ്മൾ എന്ത് ചെയ്യും? ഇനി കുഞ്ഞിന്റെ ശരീരത്തിൽ നിന്ന് സാമ്പിൾ എടുക്കേണ്ട ആവശ്യം വരികയോ പരിശോധിക്കുകയോ ചെയ്യേണ്ട ആവശ്യം വന്നു കഴിഞ്ഞാണെങ്കിൽ എന്ത് ചെയ്യും നമ്മൾ? ഇപ്പൊ ശരീരം നമ്മുടെ കയ്യിലില്ലല്ലോ, ചുട്ട് കളഞ്ഞില്ലേ. അതിന്റെ സമ്മതം പോലും ഇല്ലാതെ അവര് കുഞ്ഞിനെ ചുട്ട് കളഞ്ഞില്ലേ. ഇനി കേസിന്റെ ഭാഗമായിട്ട് ശരീരത്തിൽ നിന്നും എന്തെങ്കിലും എടുക്കേണ്ടി വന്നു കഴിഞ്ഞാണെങ്കിൽ നമ്മൾ എവിടെ പോകും എന്നാണ് അമ്മ ചോദിക്കുന്നത്. ബാക്കി കേട്ടോക്ക് എന്തായാലും. நான் கண்டுபிடிக்கிறது, எதை வச்சு நான் கண்டுபிடிக்கிறது? அதுவும் இல்லாமல் பெத்த தாய் கிட்ட குழந்தைக்கு காட்டவே இல்லை. முதல்ல வந்து கணவர் மேலேயும் நான் குத்தம் சொல்லுவேன், கணவர் கூட இருக்கிறவங்க சொந்தக்காரவங்க மேலேயும் நான் குத்தம் சொல்லுவேன். அவங்க எல்லாமே சொல்லி தான் பெத்த தாய் எங்கிட்டயே காட்டாம பின்வாசல் வழியா எடுத்துட்டு போயிட்டாங்க. கொஞ்ச நேரத்துக்குள்ள அவங்க கிட்ட இன்னும் 1 மணி நேரத்துல எங்க கணவர்கிட்ட என்ன பேசினாங்க, ஏது பேசினாங்கன்னு எனக்கு தெரியல. பேசி எனக்கே தெரியாம நான் கையெழுத்து போட மாட்டேன்னு சொன்னங்காட்டி என்கிட்டயே சொல்லாம அவரு எனக்கே தெரியாம அவர் கையெழுத்து പോട്ട് ബാഡി വാങ്ങിയിട്ട് പോയിരിക്കാங்க. അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ഇവിടെ അമ്മ പറഞ്ഞെന്താണെന്ന് വെച്ചാൽ, ഈ സമയത്ത് എന്റെ ഭർത്താവിന്റെയും ഭർത്താവിന്റെ വീട്ടുകാർക്കെതിരെയുമാണ് ഞാൻ കുറ്റം ചാർത്തുന്നത്. അവരെല്ലാരും കൂടി ചേർന്നാണ് പെറ്റ വയറായ എന്നെ പോലും കാണിക്കാതെ പിൻവാതിലൂടെ കുഞ്ഞിനെ കടത്തി കൊണ്ടുപോയത്. അവരുടെ കയ്യിൽ 1 മണിക്കൂർ സമയത്തോളം കുഞ്ഞുണ്ടായിരുന്നു. ഞാൻ ഒപ്പിടില്ല എന്ന് പറഞ്ഞൊരു ഒറ്റ കാരണം കൊണ്ടാണ് അവരെന്നെ കാണിക്കുക പോലും ചെയ്യാതെ പിൻവാതിലൂടെ കുഞ്ഞിനെ കടത്തി കൊണ്ടുപോയത്. അതൊരിക്കലും എനിക്ക് ക്ഷമിച്ചു കൊടുക്കാനാവില്ല എന്നൊക്കെയുള്ള രീതിയിലാണ് അമ്മ പറഞ്ഞു വെക്കുന്നത്. ഇനി ഇതെല്ലാം കഴിഞ്ഞ ഒരു മാധ്യമ പ്രവർത്തകൻ ഈ അമ്മയോട് തിരിച്ചു ചോദിക്കുന്നുണ്ട്. നിങ്ങൾ ആദ്യം പറഞ്ഞത് കുഞ്ഞിന്റെ ശരീരം ഏറ്റുവാങ്ങില്ല, നീതി കിട്ടിയതിന് ശേഷം മാത്രമേ ഏറ്റുവാങ്ങത്തുള്ളൂ എന്നുള്ളതാണ്. പക്ഷെ പിന്നീട് നിങ്ങൾ സംസാരിച്ച് ഒത്തുതീർപ്പാക്കി കുഞ്ഞിനെ ശരീരം വാങ്ങാൻ സമ്മതിച്ചു എന്നൊക്കെ കേൾക്കുന്നുണ്ടല്ലോ. അത് സത്യമാണോ എന്നുള്ള രീതിയിൽ ഒരു മാധ്യമ പ്രവർത്തകൻ ചോദിക്കുന്നുണ്ട്. അന്നേരം അമ്മയുടെ മറുപടി ഒന്ന് കേട്ടോക്കാം. நீங்க ஸ்டார்டிங்ல சொன்னது உடலை வாங்க மாட்டோம், எங்களுக்கு நீதி கிடைச்சது அப்ப சொன்னீங்க. ஆனா அதுக்கு அப்புறமா என்ன சொன்னீங்க? நாங்களும் சம்மதிச்சிட்டோம். நீங்க சொன்னது நாங்க பேச்சுவார்த்தை நடத்துனாங்க, அதுக்கு அப்புறம் நாங்களும் சம்மதிச்சிட்டோம், பாடி வாங்க போறோம். பாடி வாங்க சொன்னது அப்படி சொல்லல. நான் என்ன சொன்னா, என் பிள்ளைக்கு நீதி வேணும். அவன் செத்ததுக்கு அப்புறம் தான் என் பிள்ளையோட பாடி நான் வாங்கி அதுக்கு என்ன பண்ணணுமோ அதை நான் அடக்கம் பண்ணுவேன். அது வரைக்கும் நான் வாங்க மாட்டேன், நான் கையெழுத்து போட மாட்டேன். இன்ன வரைக்கும் எந்த நான் பேப்பர்ல கையெழுத்து நான் போடவே இல்லை. அமைச்சர் சம்பத் வந்து உங்களை பார்க்கும்போது நீங்க இருந்தீங்களா மேட்டூர்ல? குழந்தைய நாங்க கொண்டு போயிட்டாங்க, பின்னாடி நாங்க கார்ல போனோம், நாங்க போறக்குள்ள எரிச்சிட்டாங்க. அதை நாங்க கேட்கறதுக்கு போனதுக்கு என்னை அடிக்கிறதுக்கு வராங்க. எதுக்கு அடிக்கிறதுக்கு வரணும்? என்ன பிரச்சனை உங்களுக்கு? என்னை வந்து கையெழுத்து போட சொன்னாங்க. நான் கையெழுத்து போட மாட்டேன், நான் என் குழந்தையோட பாடியை நான் வாங்க மாட்டேன். அவனுக்கு ஒரு நீதி கிடைக்கணும், அமைச்சு சிஎம் வந்து எங்கிட்ட பேசணும் அப்படின்னு நான் நினைச்சிட்டு நாங்களாம் கொண்டிருந்தோம். ஆனா அது ലാസ്റ്റ് വരെ നേരത്തെ നടക്കല. അത് ബാലിശമായിട്ടുള്ള ഒരു ഡിമാൻഡ് ആയി പോയി. പറഞ്ഞ മനസ്സിലായോ? ഒരിക്കലും എന്റെ കുഞ്ഞിനെ ശരീരം ഏറ്റുവാങ്ങാൻ ഞാൻ ഒപ്പിട്ട് കൊടുത്തിട്ടില്ല. കുഞ്ഞിന് നീതി കിട്ടിയതിന് ശേഷം മാത്രമേ എന്റെ കുഞ്ഞിന്റെ ശരീരം ഞാൻ ഏറ്റുവാങ്ങത്തുള്ളൂ എന്ന് തന്നെയാണ് പറഞ്ഞത്. അതുവരെ ഞാൻ ഒരു പേപ്പറിലും ഒപ്പിടാൻ തയ്യാറായിട്ടില്ല. ഞാൻ അറിയാതെ എന്റെ കുഞ്ഞിനെ അവർ ചുട്ട് കളഞ്ഞത് കാരണം അത് ചോദിക്കാൻ ചെന്നപ്പോൾ എന്നെ അവർ അടിക്കാൻ വരെ വന്നു. ആര്? ഭർത്താവിന്റെ വീട്ടുകാർ. എന്തിനെന്നെ അടിക്കാൻ വരണം? അതിന് മാത്രം എന്ത് പ്രശ്നമാണ് ഞാൻ ഉണ്ടാക്കിയത് എന്നൊക്കെ അമ്മ ചോദിക്കുന്നുണ്ട്. അവരെന്നോട് ഒപ്പിടാൻ പറഞ്ഞു, ഞാൻ ഒപ്പിട്ടില്ല. എന്റെ കുഞ്ഞിന്റെ ശരീരം ഞാൻ വാങ്ങില്ല, അവൾക്ക് നീതി വേണം. മുഖ്യമന്ത്രി എന്നോട് ഒന്ന് സംസാരിക്കണം എന്ന് വരെ ഞാൻ വിചാരിച്ചതാണ്. അതിനുവേണ്ടി ഞാൻ കാത്തിരിക്കുക വരെ ചെയ്തു. പക്ഷെ അങ്ങനൊന്നും സംഭവിച്ചില്ല എന്നൊക്കെയാണ് അമ്മ പറയുന്നത്. ഈ മുഖ്യമന്ത്രിയൊക്കെ അടുത്തൊന്ന് സംസാരിക്കണം എന്നൊക്കെ പറഞ്ഞാണെങ്കിൽ അത് വല്ലാത്തൊരു ഡിമാൻഡ് ആയിപ്പോയി. ചിലപ്പോൾ തമിഴ്നാട്ടിൽ അങ്ങനെയൊക്കെ ആയിരിക്കും ആൾക്കാർ. അവിടുത്തെ കാര്യമാണ് നമുക്ക് പ്രത്യേകിച്ച് അറിയത്തില്ല, അതുകൊണ്ട് പറഞ്ഞതാണ്. എന്തായാലും ഇങ്ങനെയൊക്കെ അമ്മ സംസാരിച്ച് പോകുന്നതിന്റെ അടുക്കാണ് ഒരു മാധ്യമ പ്രവർത്തകൻ മറ്റൊരു ചോദ്യവുമായി വരുന്നത്. അതെന്താണെന്ന് വെച്ചാണെങ്കിൽ, ഇപ്പൊ നമുക്കറിയാം കുഞ്ഞ് വീട്ടിൽ നിന്ന് മിസ്സാകുന്നത് വൈകുന്നേരം 4 മണിക്കാണ്. ആ സമയത്ത് അമ്മ വീട്ടിൽ നല്ല ഉറക്കത്തിലായിരുന്നു. അതിനെക്കുറിച്ച് ഒരു മാധ്യമ പ്രവർത്തകൻ ചോദിക്കുന്നുണ്ട്, നിങ്ങൾക്ക് ആ സമയത്ത് ബോധമില്ലായിരുന്നോ? എന്തായിരുന്നു ഇങ്ങനെ ഉറങ്ങാനുള്ള കാരണം എന്നുള്ള രീതിയിൽ. അതിനുള്ള മറുപടി അമ്മ പറയുന്നുണ്ട്. നമുക്ക് എന്തായാലും ആ കൂടി കേട്ട ശേഷം അവസാനിപ്പിക്കാം. குழந்தை வந்துட்டு சாயந்தரம் 5 மணிக்கு காணாம போயிருக்கு. ஆனா நீங்க அதுக்கப்புறம் வந்துட்டு பாத்தீங்கன்னா உங்க அப்பா வந்துட்டு வேலையை முடிச்சுட்டு வந்துதான் தொலைவிருக்காரு. நீங்க அது வரைக்கும் வந்து அந்த குழந்தை மிஸ் ஆனது கூட தெரியாம நீங்க எப்படி இருந்தீங்க? எப்படி சொல்றது, இது வந்து இத்தனை நாள் நான் சொல்லக்கூடாதுன்னு இருந்தேன். அவர் வந்து ஃபுல்லா தண்ணி அடிப்பாரு. சரிங்களா, நான் சொல்லிடுறேன். நான் அவர் தண்ணி அடிக்கிறப்ப என்ன பண்ணிருக்காரு, முந்தானத்து அவர் குழந்தை காணாம போறக்க ஒரு நாளைக்கு முன்னாடி கருப்பு கலர் ஜூஸ் ஜூஸ்ல வந்து வாங்கிட்டாங்க, ஃப்ரிட்ஜுக்குள்ள வச்சிருக்காரு. அது எங்களுக்கு தெரியல. தெரியாதப்ப என்ன பண்ணிக்க, எல்லா வேலையும் நான் முடிச்சுட்டு தூங்கி எந்திரிச்சிட்டு ஒரு 2 மணி இருக்கும். 2 மணிக்கு எந்திரிச்சு சரி ரொம்ப தொண்டையில வந்திருக்கு, சரி ஜில்லுன்னு ஃப்ரிட்ஜுக்குள்ள இருக்கு. அதை எடுத்து ஒரு முடக்கு தான் குடிச்சு, அது குடிச்சு அது ஒரு மாறு இருந்ததுன்னு சொல்லி அப்பதையே அதை தூக்கி அதை வச்சு போட்டு அந்த டைம்ல எனக்கு என்ன ஆச்சுன்னு அந்த அந்த ஒரு மணி நேரத்துக்குள்ள ஒரு மாதிரி தலை சுத்தி வந்து நான் படுத்துட்டு இருந்தப்ப அந்த பாப்பா என்ன நினைக்குது, கடைக்கு போயிருக்கா.
அந்த டைம்ல இந்த மாதிரி ஆகும்னு எனக்கு தெரியாது. இவன் எதுக்கு வாங்கி அதை கலந்து வீட்டுக்குள்ள வைக்கணும்? இதே குழந்தை എടുത്ത് കുടിച്ചിരുന്നാ என்ன ആകുறது சொல்லுங்க. ഇതൊക്കെയാണ് അമ്മയുടെ മറുപടി എന്ന് പറയുന്നത്. ഇവിടെ അമ്മ പറഞ്ഞെന്താണെന്ന് വെച്ചാണെങ്കിൽ എന്റെ ഭർത്താവ് നല്ലോണം മദ്യപിക്കാറുണ്ട്. കുഞ്ഞ് കാണാനാവുന്നതിന് ഒരു ദിവസം മുമ്പേ എന്റെ ഭർത്താവ് ചെയ്ത പരിപാടി എന്താണെന്ന് വെച്ചാണെങ്കിൽ ജ്യൂസിൽ കുറച്ച് മദ്യം കലർത്തി ഫ്രിഡ്ജിൽ വെച്ചു. അങ്ങനെ ഞാൻ കുഞ്ഞ് നഷ്ടപ്പെട്ട അന്നേ ദിവസം ജോലി എല്ലാം കഴിഞ്ഞ് ഫ്രിഡ്ജിൽ നോക്കിയ സമയത്ത് അവിടെ ജ്യൂസ് ഇരിക്കുന്നത് കണ്ടു. അന്നേരം സമയം 2 മണിക്കായി കാണും. എന്തായാലും ദാഹിച്ച് വരും ഞാൻ എന്താക്കി ആ ജ്യൂസ് എടുത്ത് കുടിച്ചു. അതിൽ മദ്യം കലർത്തിയ കാര്യം എനിക്കറിയില്ലായിരുന്നു. ഞാനത് കുടിച്ചതോടെ ഞാൻ ബോധം കിട്ടി ഉറങ്ങിപ്പോയി. അതാണ് ശരിക്കും അവിടെ സംഭവിച്ചത് എന്നാണ് ഈ അമ്മ പറയുന്നത്. അതിന്റെ കൂട്ടത്തിൽ തന്നെ അമ്മ തിരിച്ചു ചോദിക്കുന്നുണ്ട്, ഇതെങ്ങനെ ആ കുട്ടികൾ എടുത്ത് കുടിച്ചിരുന്നെങ്കിൽ എന്താകുമായിരുന്ന അവസ്ഥ എന്നുള്ള രീതിയിൽ. എന്തായാലും ഇങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ അമ്മ സംസാരിച്ച് വെക്കുന്നുണ്ട്. പക്ഷെ ഇങ്ങനെയൊക്കെയാണെങ്കിൽ കൂടിയും ഇങ്ങനെ ഒരു പ്രസ് മീറ്റ് നടത്തിയതിന് പിന്നാലെ വൻ വിമർശനമാണ് ഈ അമ്മക്ക് ഇപ്പൊ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. ഒരു കുഞ്ഞ് മരിച്ചു കിടക്കുമ്പോഴാണ് വീറും വാശും കാണിക്കേണ്ടത് എന്നൊക്കെയാണ് ഈ അമ്മയോട് പലരും തിരിച്ചു ചോദിക്കുന്നത്. കുഞ്ഞിന് നീതി കിട്ടിയതിന് ശേഷം മാത്രമേ കുഞ്ഞിനെ സംസ്കരിക്കൂ എന്നൊക്കെ പറയുന്നത് കുഞ്ഞിനോട് കാണിക്കുന്ന അനീതിയാണെന്ന് വരെ പലരും പറയുന്നുണ്ട്. എന്തായാലും വൻ രീതിയിലുള്ള വിമർശനങ്ങൾ ഇപ്പൊ ഈ അമ്മ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. എന്താണ് ഈ അമ്മയുടെ സമീപനം കണ്ടിട്ട് നിങ്ങൾക്ക് തോന്നുന്നത്? ഈ അമ്മയുടെ സമീപനം ശരിയാണോ? താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ. ഇത്രയൊക്കെ തന്നെ പറയാനുള്ളൂ. കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പൊ അടുത്തൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം.